ഹലോ PSC ആസ്പിരൻസ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2021 പഠിക്കാം. നോട്ട്സും ക്യുമുലേറ്റീവ് റിവിഷനും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് പഠിച്ച് മനസ്സിലാക്കി മാറ്റിവെക്കാം. കാണാം. സാഹിത്യ അക്കാദമി പുരസ്കാരം 2021 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ്. ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്കാണ് ലഭിക്കുന്നത്. ഒന്നുകൂടി പറയാം, 2021 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജോർജ് ഓണക്കൂറിന് ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്ക്. ഇംഗ്ലീഷ് സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് നമിത ഗോഖലെക്കാണ്. തിങ്സ് ടു ലീവ് ബിഹൈൻഡ് എന്ന നോവലിനാണ് ലഭിച്ചത്. ഇംഗ്ലീഷ് സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നമിത ഗോഖലെ, തിങ്സ് ടു ലീവ് ബിഹൈൻഡ്. മലയാള സാഹിത്യകൃതിക്കുള്ളത് നമ്മൾ പറഞ്ഞു, ജോർജ് ഓണക്കൂർ, ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥ. ഹിന്ദി സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ജയപ്രകാശ് സിൻഹ, സമ്രാട്ട് അശോക് എന്ന നാടകത്തിനാണ് ലഭിക്കുന്നത്. ഹിന്ദി സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ജയപ്രകാശ് സിൻഹ, സമ്രാട്ട് അശോക് എന്ന നാടകം. കന്നഡ സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം DS നാഗഭൂഷണ, ഗാന്ധി കഥന എന്ന ജീവചരിത്രത്തിനാണ് ലഭിക്കുന്നത്. കന്നഡ സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം DS നാഗഭൂഷണ, ഗാന്ധി കഥന എന്ന ജീവചരിത്രം. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. 2021 മലയാള സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ്, ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്ക്. ഇംഗ്ലീഷ് സാഹിത്യകൃതിക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് നമിത ഗോഖലെ, തിങ്സ് ടു ലീവ് ബിഹൈൻഡ് എന്ന നോവലിന്. ഹിന്ദി സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ജയപ്രകാശ് സിൻഹ, സമ്രാട്ട് അശോക് എന്ന നാടകത്തിന്. കന്നഡ സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം DS നാഗഭൂഷണ, ഗാന്ധി കഥന ജീവചരിത്രത്തിന്. ഒന്നുകൂടി പറയാം, ജോർജ് ഓണക്കൂർ, ഹൃദയരാഗങ്ങൾ ആത്മകഥയാണ്. 2021 മലയാള സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. ഇനി ഇംഗ്ലീഷ് സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചതോ നമിത ഗോഖലെ, തിങ്സ് ടു ലീവ് ബിഹൈൻഡ് എന്ന നോവലിന്. ഹിന്ദി സാഹിത്യകൃതിക്കുള്ളത് ജയപ്രകാശ് സിൻഹ, സമ്രാട്ട് അശോക് എന്ന നാടകത്തിന്. കന്നഡ സാഹിത്യകൃതിക്കുള്ള അവാർഡ് ലഭിച്ചത് DS നാഗഭൂഷണ, ഗാന്ധി കഥന എന്ന ജീവചരിത്രത്തിന്. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് വിവർത്തനങ്ങൾ പഠിക്കാം. വിവർത്തന വിഭാഗത്തിൽ അരുന്ധതി റോയുടെ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന ഇംഗ്ലീഷ് നോവൽ ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തി. അപ്പോൾ ഉറുദു വിഭാഗത്തിൽ, തർജിമ വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് അർജുമാന്ത് ആരയ്ക്കാണ്. അരുന്ധതി റോയുടെ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന ഇംഗ്ലീഷ് നോവൽ ഉറുദുവിലേക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്തി. പേരെന്താ? അർജുമാന്ത് ആര. അടുത്തത് മലയാള വിഭാഗം നോക്കാം. മഹാശ്വേത ദേവിയുടെ ഓപ്പറേഷൻ ബഷായി ടുഡു എന്ന ബംഗാളി നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അതിന് സുനിൽ ഞാളിയത്തിനാണ് അവാർഡ് ലഭിക്കുന്നത്. വിവർത്തന വിഭാഗത്തിൽ 2021 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള അവാർഡ് മലയാള ഭാഷയിൽ ലഭിക്കുന്നത് സുനിൽ ഞാളിയത്തിനാണ്. മഹാശ്വേത ദേവിയുടെ ഓപ്പറേഷൻ ബഷായി ടുഡു എന്ന ബംഗാളി നോവലാണ് അദ്ദേഹം വിവർത്തനം ചെയ്തത്. ഒഡിയ ഭാഷയിൽ ലഭിക്കുന്നത് മലയാളം നോവൽ ബെന്യാമിൻ്റെ ആടുജീവിതം വിവർത്തനം ചെയ്തതിനാണ് ഗൗര ഹരിദാസിനാണ്. ഒഡിയ ഭാഷയിലേക്കാണ് വിവർത്തനം ചെയ്തത്. ഏത് നോവൽ? മലയാളം നോവൽ ബെന്യാമിൻ്റെ ആടുജീവിതം. അത് പേര് ഛേലി ചരിബാര ദിന എന്നാണ് ഒഡിയയിൽ ആ നോവലിൻ്റെ ടൈറ്റിൽ. മലയാള നോവൽ ബെന്യാമിൻ്റെ ആടുജീവിതം പരിഭാഷപ്പെടുത്തിയതിനാണ് ഗൗര ഹരിദാസിന് ഒഡിയ ഭാഷയിൽ 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനത്തിനുള്ള അവാർഡ് ലഭിക്കുന്നത്. ഒഡിയ. ഓക്കെ, അടുത്തത് നോക്കാം. തമിഴ് ഭാഷയിൽ സൈറസ് മിസ്ത്രി രചിച്ച ഇംഗ്ലീഷ് നോവലായ ക്രോണിക്കിൾ ഓഫ് ദി കോർപ്സ് ബിയറർ എന്ന കൃതി തമിഴിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് മാലൻ വി നാരായണന് അവാർഡ് ലഭിക്കുന്നത്. സൈറസ് മിസ്ത്രിയുടെ ഇംഗ്ലീഷ് നോവലായ ക്രോണിക്കിൾ ഓഫ് എ കോർപ്സ് ബിയറർ എന്ന പുസ്തകം തമിഴിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് മാലൻ വി നാരായണന് അവാർഡ് ലഭിക്കുന്നത്. മലയാളം വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് മൊബിൻ മോഹനാണ്. ജക്കരന്ത എന്ന കൃതിക്കാണ് ലഭിക്കുന്നത്. മൊബിൻ മോഹൻ നോവലാണത്. മലയാളം വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മൊബിൻ മോഹൻ. മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് രഘുനാഥ് പലേരിക്കാണ്. അവർ മൂവരും ഒരു മഴവില്ലും എന്നതാണ് കൃതി. മലയാള ഭാഷയിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് രഘുനാഥ് പലേരിക്കാണ്. അവർ മൂവരും ഒരു മഴവില്ലും, അത് നോവലാണ്. ആ നോവലിനാണ്
ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്? അപ്പോൾ ഇത്രയും നമുക്കൊന്നും പെട്ടെന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള സാഹിത്യകൃതിക്ക് ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ്, ഹൃദയരാഗങ്ങൾ എന്ന ആത്മകഥയ്ക്ക്. ഇംഗ്ലീഷ് സാഹിത്യ വിഭാഗത്തിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2021 ലഭിച്ചത് നമിത ഗോഖലെക്കാണ്, തിങ്സ് ടു ലീവ് ബിഹൈൻഡ് എന്ന നോവലിന്. ഹിന്ദി സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം ദേവപ്രകാശ് സിൻഹ, സമ്രാട്ട് അശോക് എന്ന നാടകത്തിന്. കന്നഡ സാഹിത്യകൃതിക്കുള്ള പുരസ്കാരം DS നാഗഭൂഷണ, ഗാന്ധി കഥന ജീവചരിത്രം എന്ന കൃതിക്ക്. അത് ജീവചരിത്രമാണ്. ഓക്കെ, വിവർത്തനങ്ങൾ നോക്കാം. അരുന്ധതി റോയുടെ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് എന്ന ഇംഗ്ലീഷ് നോവൽ ഉറുദു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി അർജുമാന്ത് ആരയ്ക്കാണ് ഉറുദു ഭാഷയിലെ വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത്. മഹാശ്വേതാദേവിയുടെ ഓപ്പറേഷൻ ബഷായി ടുഡു എന്ന ബംഗാളി നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. അപ്പം മലയാളം വിവർത്തനത്തിന് അവാർഡ് ലഭിക്കുന്നത് സുനിൽ ഞാളിയത്തിന്. ഒഡിയ ഭാഷയിലെ മലയാളം നോവൽ ആടുജീവിതം ഒഡിയ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി ഗൗര ഹരിദാസിനാണ് അവാർഡ് ലഭിച്ചത്. തമിഴ് ഭാഷയിലേക്ക് സൈറസ് മിസ്ത്രി രചിച്ച ഇംഗ്ലീഷ് നോവലായ ക്രോണിക്കിൾ ഓഫ് എ കോപ്സ് ബിയറർ പരിഭാഷപ്പെടുത്തിയതിന് മാലൻ വി നാരായണനാണ് തമിഴ് ഭാഷയിൽ അവാർഡ് ലഭിക്കുന്നത്. മലയാളം വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിക്കുന്നത് മുബിൻ മോഹൻ, ജക്കരന്ത എന്ന കൃതിക്കാണ്, നോവലാണ്. മലയാള ഭാഷയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത് രഘുനാഥ് പലേരിക്കാണ്, അവർ മൂവരും ഒരു മഴവില്ലും എന്ന കൃതിക്ക്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹരായവർ റസ്കിൻ ബോണ്ട്, M ലീലാവതി, വിനോദ് കുമാർ ശുക്ല എന്നിവരാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹരായവർ റസ്കിൻ ബോണ്ട്, M ലീലാവതി, വിനോദ് കുമാർ ശുക്ല എന്നിവരാണ്. 2022 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2022 വീഡിയോയും കാണുക. 2022 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കാണുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.